എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് ഞാൻ വടകരയിൽ നിന്ന് കയറിയതാണ് ഈ ബൈപ്പാസിൽ, അല്ലെങ്കിൽ ദേശീയപാത, പുതിയ ദേശീയപാതയാണിത്. ഇതിപ്പം ഞാൻ വടകരയിൽ നിന്ന് കയറി മാഹി കഴിഞ്ഞു, ഏകദേശം ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞു. ഇവിടെ നമ്മൾക്ക് ടോളുണ്ട്. 2 വീലറിന് ടോളില്ല, മറ്റുള്ള വാഹനങ്ങൾക്ക് ടോൾ കൊടുക്കണം. ഇതിപ്പോൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തലശ്ശേരിയൊന്നും ടച്ച് ആകത്തില്ല. ഇത് നേരെ നമ്മൾ കണ്ണൂർ ചൊവ്വയ്ക്കടുത്തുള്ള റെയിൽവേ ക്രോസിൻ്റെ അടുത്താണ് ചെന്ന് ഇറങ്ങുന്നത്. എന്തായാലും നല്ല അടിപൊളി റോഡ്. നമ്മൾ റോഡ് ടാക്സും കൊടുക്കണം, ടോളും കൊടുക്കണം. അപ്പോൾ മുതലാളിത്തം, തൊഴിലാളിത്തം, ജനാധിപത്യം ഇതെല്ലാം കൂടി മിക്സായ ഒരു സംഭവമാണിത്. കാശുമാനം നല്ല അടിച്ചുവിട്ട് പോകാവുന്നതാണ് ഇതിലെ. ഇവിടുത്തെ കാറുകളുടെ മാക്സിമം സ്പീഡ് 80 80ൻ്റെ മുകളിലോട്ട് പോകാതിരിക്കുക. പോയാൽ ഇപ്പോൾ ക്യാമറയൊന്നും വെച്ചിട്ടില്ല, പിന്നീട് ഫൈനൊക്കെ കിട്ടിയേക്കാം. അപ്പോഴിവിടെ നമ്മൾ റോഡ് വളരെ വിസ്താരമാണ്, 3 lanes ഉണ്ട്. അടിച്ചു വിട്ട് പോകുമ്പോഴൊക്കെ നോക്കുക. നമ്മൾ ഈ ഹൈവേക്ക് ഈ ലെയിൻ സിസ്റ്റത്തിനൊക്കെ അതിൻ്റേതായ റൂൾസ് ഉണ്ട്. ലോ സ്പീഡ് വണ്ടികൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന ലെയിനിൽ പിടിക്കണം. നടുക്ക് ഒരു മീഡിയം സ്പീഡിൽ പോകുന്ന, ഹൈ സ്പീഡൊക്കെ 80ൽ പോകുന്നവർ ആ സൈഡിലുള്ള ഇതിൽ പിടിക്കണം. ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതൊരു ലൈനിൽ പോകുകയാണെങ്കിലും ആ ലൈനിൻ്റെ സെൻറ്ററിൽ തന്നെ നിൽക്കുക. അപ്പോൾ ലൈനിൻ്റെ സെൻറ്റർ തന്നെ കീപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് 2 വീലർ നിങ്ങൾ ഈ സെൻറ്ററിൽ തന്നെ പിടിക്കണം. നിങ്ങൾ വേറൊരു വണ്ടിക്ക് കയറി വരാൻ ഒരിക്കലും നിങ്ങൾ വഴി ഉണ്ടാക്കി വെച്ച് ഓടിക്കരുത്. പ്രത്യേകിച്ച് രാത്രികളിൽ, കേരളത്തിലായാലും കേരളത്തിൻ്റെ വെളിയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനിയൊരു വണ്ടിക്ക് നമ്മൾക്ക് ഇപ്പോഴാ മൈസൂർ റോഡിലാണെങ്കിൽ, മൈസൂർ റോഡ് ഇപ്പം 3 lanes തന്നെയാണ്. മറ്റുള്ള ഡബിൾ ലൈനിൽ വരുന്നവർ 2 ലൈൻ മാത്രമുള്ള അതാണെങ്കിൽ നിങ്ങൾ പോകുന്ന ലൈനിൽ സെൻറ്ററിൽ പിടിക്കുക. ഒരു സൈഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ നിന്ന് വേറൊരു വണ്ടി പുറകിൽ നിന്ന് കയറി വരും, നിങ്ങളെ അടിച്ച് പുറത്തിടുകയും ചെയ്യും. അപ്പോൾ കയറി വരാൻ ഒരു സാധ്യത കൊടുക്കാതെ ലൈനിൻ്റെ സെൻറ്റർ തന്നെ പിടിച്ച് പോകാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ അതേപോലെ തന്നെ പകലൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ലൈൻ സിസ്റ്റത്തിൽ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത ലൈനിലോട്ട് കയറാനോ മാറാനോ ഒക്കെ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇടുക. മുഹൂർത്തത്തിൽ പോയി ഇടാതെ മിറർ നോക്കി പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്, അതിൻ്റെ ദൂരം എത്രയാണെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇടുക. ഇട്ടത് നിങ്ങളെ പുറകിലുള്ള വണ്ടിക്ക് കണ്ട് അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ടൈം കൊടുക്കണം. അല്ലാതെ മുഹൂർത്തത്തിൽ സിഗ്നൽ ഇടുകയും ഒരു കയറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. എല്ലാ വണ്ടിയും നല്ല ഹൈ സ്പീഡിലാണ് വരുന്നത്, അടിച്ചാൽ അടി കിട്ടിയതായിരിക്കും. പൊതുവേ മലയാളികളുടെ വണ്ടിയാണ് നമ്മൾക്ക് എന്താണ് പറയുന്നത്, വെളിയിലുള്ള സംസ്ഥാനങ്ങളിലോട്ടൊക്കെ പോകുമ്പം നിങ്ങൾ എന്നും തന്നെ വാർത്തയുണ്ട്, തമിഴ്നാട്ടിൽ അടിച്ചു, അവിടെ അടിച്ചു, ഇവിടെ. നമ്മൾ ആദ്യമായിട്ട് നല്ല നിരപ്പൊക്കെ റോഡൊക്കെ കണ്ടിട്ട് പോകുന്ന പോലെ ഇതിനെ അടിച്ചുവിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിന് അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാളം പൂളൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ പോകുന്ന യെല്ലോ ബോർഡ് വണ്ടികളെല്ലാം 60ൽ കട്ടോഫാണ്, എല്ലാം 60ലാണ് പോകുന്നത്. എൻ്റെ മാക്സിമം സ്പീഡ് 60. ഞാൻ 60ന് മേളിൽ പിടിക്കത്തില്ല, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതൊക്കെ ഈ കറക്റ്റ് വണ്ടി 60ലാണ് പോകുന്നത്. പിന്നെ നമ്മുടെ 2 വീലറിൽ 60 ഈ കാണുന്നത് ശരിക്കും അതിൻ്റെ സ്പീഡ് 55 കാണത്തുള്ളൂ. ഒരു 5 കിലോമീറ്റർ കുറവിലായിരിക്കും മീറ്റർ ഉണ്ടായിരിക്കുക. അത് എല്ലാ വണ്ടികളുടെയും അങ്ങനെയാണ്. 2 വീലറിൻ്റെ അങ്ങനെയാണ്, മറ്റുള്ള വണ്ടികളുടെ എനിക്കറിയത്തില്ല. ഒരു സേഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ്. 55 60 മീറ്റർ കാണിക്കുന്നത്, ഒരു 55-ലായിരിക്കും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ധൃതി കൂട്ടുന്നത് അല്ലേ? ഇവിടുന്ന് എത്ര ധൃതി കൂട്ടിയാലും അങ്ങ് ചൊവ്വാഴ്ച അവിടെ കണ്ണൂർ അവിടെ കിടന്ന് നമുക്ക് നിരങ്ങുന്നതായിട്ട് വരും. അവിടെ നല്ല കട്ട ട്രാഫിക്കാണ് എല്ലാ സമയത്തും. അപ്പോൾ ഇതുണ്ടാവും, എത്ര അടിപൊളിയായിട്ടാണ് ആ കാറുകാരനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് പുള്ളി പോകുന്നത്. കണ്ടോ? നാട്ടിൽ നല്ല നിയമങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിച്ച് ഓടിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ഒരു നോട്ടമില്ലാണ്ട് ഓടിക്കുന്നവരുമുണ്ട്. ഈ നോട്ടമില്ലാതെ ഓടിക്കുന്നവരെ പിടിച്ച് ഫൈനടിക്കുകയും നല്ല വൃത്തിക്ക് ഓടിക്കുന്നവർക്ക് വല്ല റിവാർഡും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചിലരുടെ വിചാരം ഈ സെൻട്രൽ ഈ വര കാണുന്ന വരയുടെ നടുക്കൂടെ ഓടിക്കണമെന്നൊക്കെയാണ്. ചില ടീമുകളൊക്കെ അങ്ങനെയൊക്കെ ഓടിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി. പിന്നെ മാഹിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. മാഹിയുടെ അവിടെയുള്ള സിഗ്നൽ എന്തോ സംഭവിച്ചു, അതിപ്പോൾ വർക്കിംഗ് ഇല്ല.
അപ്പോൾ നിങ്ങൾക്ക് ഇതിലേ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ടോൾ ഗേറ്റിനൊക്കെ കുറേ മുമ്പേശത്ത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് മെല്ലെ അതിൻ്റെ നമുക്ക് സർവീസ് റോഡിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പമ്പിലോട്ട് പോകാനുള്ള മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. പമ്പിൽ പോവുകയാണെങ്കിൽ ഇന്നത്തെ വില 91 രൂപയാണ്. 91 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ അടിക്കും. ഡീസലിന് ഏകദേശം അറിയില്ല, ഏകദേശം ഇത് വെച്ച് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 91 രൂപയാണ് പെട്രോളിൻ്റെ വില. ഫുൾ ടാങ്ക് അടിക്കുക. അതേപോലെ തന്നെ അവിടെ മാപ്പുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ഈ വഴിയിലോട്ട് കയറാവുന്നതാണ്. പിന്നെ മാഹിയിലോട്ട് ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മാഹിക്ക് കുറേ മുമ്പ് സിഗ്നലിൻ്റെ അല്ല, അതിനൊക്കെ കുറേ മുമ്പ് ഇറങ്ങണം. ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റഡ് അല്ല. ഗൂഗിൾ മാപ്പ് നോക്കുകയാണെങ്കിൽ ആകെപ്പാടെ വലഞ്ഞു പോകും, ആകെപ്പാടെ ചുറ്റിക്കറങ്ങും. മാഹിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ മാഹിയിൽ ഇറങ്ങാവുന്നതാണ്. അതിനുശേഷം കുറേ ഊടുവഴികളുണ്ട്. മാഹി പാലത്തിൻ്റെ അവിടുന്ന് റൈറ്റ് എടുക്കുക. മാഹി പാലം കഴിഞ്ഞ ഉടനെ റൈറ്റ് എടുക്കുക. കുറേ ഊടുവഴികളുണ്ട്. അതിലൊക്കെ ചോദിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ഈ വഴിയിലോട്ട് കയറാവുന്നതാണ്. അവിടെ മാപ്പൊന്നും വർക്കാകത്തില്ല, എല്ലാം ചെറിയ ചെറിയ റോഡുകളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ വണ്ടിയൊക്കെ കറക്റ്റ് 60-ലാണ് പോകുന്നത്. ചില കാറുകാർക്ക് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. കാറുകളുടെ സ്പീഡ് 80-ആണ്. 80-ലൊക്കെ പോകുന്നുണ്ട്. ഒരു മാക്സിമം സ്പീഡ് എഴുതിയിട്ട് സൈഡിൽ സൈൻ ബോർഡ്സ് ഉണ്ട്. അപ്പം എന്തായാലും കൊള്ളാം, സമയലാഭമാണ്. ഇപ്പം നമ്മൾ മാഹി വടകരയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ ചൊവ്വയിലെ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത്. പിന്നെ ഇവിടേക്ക് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ സർവീസ് റോഡിൽ ഈ വരുന്ന വണ്ടി കണ്ടോ, ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരുപാട് ചേർത്ത് പിടിച്ചുകൊണ്ട് വരില്ല, അത് കയറി അങ്ങ് വരും. അതുകൊണ്ട് നമ്മൾ നല്ല കറക്റ്റായിട്ട് സിഗ്നലിട്ട് കയറുക, അതേപോലെ തന്നെ ഇറങ്ങുക. ഞാൻ 60 പിടിക്കുള്ളൂ, അധികം മേളിൽ പിടിക്കാറില്ല. നമ്മുടെ സേഫ്റ്റി, പിന്നെ നല്ല മൈലേജും കിട്ടുമല്ലോ. നമുക്കിപ്പം പെട്ടെന്ന് പോയിട്ട് കാര്യമൊന്നുമില്ല. കൂടിപ്പോൾ ഒരു 5-6 മിനിറ്റ് ലാഭിക്കാമെന്നല്ലാണ്ട് അധികമുള്ളൊന്നും നമുക്ക് ലാഭിക്കാൻ പറ്റത്തില്ല. നമ്മൾ മുമ്പിൽ പോയി അടിച്ചു വിട്ട് പോയ ടീമുകളൊക്കെ നമുക്ക് അങ്ങ് ചെല്ലുമ്പം അവിടെ ട്രാഫിക്കിൽ കിടപ്പുണ്ടാവും, അവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക്. അന്നേരം നമ്മൾ 2 വീലർ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. നമുക്ക് ഇനി വരുന്ന ട്രാഫിക്കിൽ നമ്മൾ ഇതെല്ലാം കവർ ചെയ്യും, നമുക്ക് സുഖമായിട്ട് കയറി പോകാൻ പറ്റും. പിന്നെ കൃത്യമായിട്ട് മിററൊക്കെ സെറ്റ് ചെയ്ത് മിററിലൊക്കെ നോക്കി വണ്ടി ഓടിക്കാൻ പഠിക്കുക. അല്ലാണ്ട് ഒരു ചരിച്ച് വെച്ച് തലയൊക്കെ ചരിച്ച് വെച്ച് പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയൊക്കെ വണ്ടി ഓടിക്കുന്നവരുടെ ശരിക്കും ചിരി വരും ഓരോരുത്തർ കാണിക്കുന്നതിൻ്റെ. പണ്ടൊക്കെ കാർ അറിയാമോ, പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയായിരിക്കാം. കാർ അറിയാമല്ലോ, കാറിൻ്റെ ടയർ അങ്ങനെ ഇരിക്കുന്നു, തലയിറങ്ങിട്ട് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടിയെക്കുറിച്ചൊരു ഐഡിയ വേണം. നമ്മൾ എന്ത് വണ്ടിയാണ് ഓടിക്കുന്നത്, അതിൻ്റെ കപ്പാസിറ്റി എന്താണ്, സ്പീഡ് എന്താണ്, ബ്രേക്കിംഗ് സിസ്റ്റം എന്താണ്, എത്ര സ്പീഡിൽ പോയി എത്ര ബ്രേക്ക് അടിച്ചാൽ അത് എപ്പം നിൽക്കും, പിന്നെ എന്താണ് വണ്ടിയുടെ പവർ. ഇപ്പം ഇവിടെയൊക്കെ കയറിയിട്ട് അടുത്ത ലൈനിൽ കയറിയിട്ട് വേറൊരു വണ്ടിയെ മറികടക്കണമെന്നില്ല. നമ്മൾ ഹൈ സ്പീഡിൽ ലൈനോട്ട് കയറുമ്പോൾ പുറകിൽ നിന്ന് വരുന്ന നല്ല കപ്പാസിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ നല്ല സ്പീഡിലായിരിക്കും അവൻ കയറി വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് നോക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്നായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.